ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ NCADയും അതുപോലെ തന്നെ ഗുഡ് വിൽ കാൽക്കുലേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ഈ ക്ലാസ്സിലും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള ക്വസ്റ്റ്യൻസാണ് എല്ലാതും. അതുകൊണ്ടാണ് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഒരു മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഘടന തന്നെ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ ഒന്ന് മാറ്റി അതിൻ്റെ നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഘടനയിൽ നിന്നൊന്ന് മാറ്റി തന്നാൽ തന്നെ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പഠിച്ച ബേസ് വെച്ചിട്ട് എന്ത് ചെയ്യുക ആലോചിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ കുട്ടികൾ പറയുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ കുട്ടികൾക്കറിയാലോ 2-3 ക്ലാസ് കഴിയുന്നതോടുകൂടി ഇത് വളരെ മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറും. ഇപ്പോൾ കുട്ടികൾ തുടക്കത്തിൽ നമ്മൾ ആ തിയറിയൊക്കെ പറഞ്ഞപ്പോൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്, കൺട്രോളിങ് പവർ എന്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നുണ്ടാവില്ല അല്ലേ. ഇപ്പോൾ ഏറെക്കുറെ അതിനകത്തേക്ക് കടന്ന് എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ്സും നമ്മുടെ ഈ മൈനോറിറ്റി ഇൻട്രസ്റ്റും ഇതൊക്കെ വെച്ച് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേറൊരു മോഡലിൽ തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ആ ഇൻട്രൊഡക്ഷൻ പാർട്ട് അല്ലെങ്കിൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ എസ് എ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എസ് എ പോയിൻ്റ് ചാപ്റ്ററല്ല, എസ് എ ക്വസ്റ്റ്യൻസാണ് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 243 ഇല്ലസ്ട്രേഷൻ ഓർ എക്സാമ്പിൾ 18 ആണ്. ഞാൻ ഒന്നുകൂടി പറയാം. പേജ് നമ്പർ 243 എക്സാമ്പിൾ 18 എന്ന് പറയുന്ന ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മളിവിടെ എടുത്ത് പഠിക്കാൻ പോകുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. കുട്ടികൾ പേജ് നമ്പർ 243 എടുത്ത് ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നതിനോടൊപ്പം തന്നെ വായിച്ചു പോവുക. ഞാനിങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയാലാണ് നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. ക്ലാസ്സിൽ അറിയാലോ, ഒരു ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലാത്ത കാരണം കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഒരു 3, 4, 5 തവണയൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ് ക്ലാസ്സിൽ, ക്വസ്റ്റ്യൻ വായിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്കിവിടെ സാധ്യമല്ലാത്ത കാരണം കൊണ്ട് ഞാൻ വായിക്കുമ്പോൾ തന്നെ കുട്ടികളും വളരെ ശ്രദ്ധിച്ച് ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് ഫോളോ ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും, നിങ്ങൾക്ക് ഈസി ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നേരിട്ടിട്ട് ഞാൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. എക്സാമ്പിൾ 18 ആണ്. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ഇൻ ഈച്ച് കേസ്. ഓരോ കേസിലും കാണണം കേട്ടോ. ഒന്നാമത്തെ പോയിൻ്റ്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണണം. അത് ഏത് ഡേറ്റിലെ കാണണം? ഡേറ്റ് ഓഫ് അക്വിസിഷൻ. ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ എന്നാണോ നമ്മൾ അക്വയർ ചെയ്യുന്നത്, എന്നാണോ നമ്മൾ ബിസിനസ് വാങ്ങുന്നത്, ആ ഡേറ്റിലെ NCI കാണണം, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണണം. ബ്രാക്കറ്റിലൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, യൂസിങ് പ്രൊപ്പോർഷനേറ്റ് ഷെയർ മെത്തേഡ്. എന്നിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് ആൻഡ് ദ ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ. അപ്പോൾ 2 ഡേറ്റിലും കാണണം. ഒന്ന് ഓപ്പണിംഗ് ഡേറ്റിൽ കാണണം, മറ്റൊന്ന് കൺസോളിഡേഷൻ ഡേറ്റിൽ കാണണം. അതിന് നമുക്ക് ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് മെത്തേഡാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അവിടെ എന്ത് തന്നിട്ടുണ്ട്, അവിടെ ഫെയർ വാല്യൂ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ, ഫെയർ വാല്യൂ എടുത്ത് ചെയ്യാം അല്ലേ. ഫെയർ വാല്യൂ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലാണ് നമുക്ക് ഫെയർ വാല്യൂ എടുത്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഫെയർ വാല്യൂ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫെയർ വാല്യൂ തരാത്തൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രൊപ്പോർഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഡേറ്റ് ഓഫ് അക്വിസിഷനിലും അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഡേറ്റും. കൺസോളിഡേറ്റഡ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടില്ല എന്നാണ്, ആ ഇയർ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന ഡേറ്റിനെയാണ് കൺസോളിഡേറ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കാണണം. 2, ഗുഡ് വിൽ ഓർ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ്. ഗുഡ് വിൽ ഓർ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. അപ്പോൾ ഇവിടെ അവർ നല്ല രീതിയിൽ തന്നിട്ടുണ്ട്. ഗെയിൻ ആണോ ഗുഡ് വിൽ ആണോ എന്ന് നമുക്ക് അറിയില്ല, നമ്മൾ ചെയ്ത് നോക്കിയാലാണ് അറിയുള്ളൂ. അത് കൃത്യമായിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഗുഡ് വിൽ ഓർ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. 3, അത് അക്വിസിഷൻ ഡേറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഗെയിനോ അല്ലെങ്കിൽ ഗുഡ് വില്ലോ എന്ന് പറയുന്നത് ഗെയിനോ അല്ലെങ്കിൽ ഗുഡ് വില്ലോ എന്ന് പറയുന്നത് എപ്പം മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അത് അക്വിസിഷൻ ഡേറ്റിൽ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 3ാമത്തെ പോയിൻ്റ്, എമൗണ്ട് ഓഫ് ഹോൾഡിംഗ് കമ്പനീസ് പ്രോഫിറ്റ് ഇൻ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അസ്യൂമിങ് ഹോൾഡിംഗ് കമ്പനീസ് ഓൺ റീറ്റെയിൻഡ് ഏർണിങ്സ് ഈസ് 3 lakh ഇൻ ഈച്ച് കേസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം,
എമൗണ്ട് ഓഫ് ഹോൾഡിംഗ് കമ്പനീസ് പ്രോഫിറ്റ് ഇൻ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അസ്യൂമിങ് ഹോൾഡിംഗ് കമ്പനീസ് ഓൺ റീറ്റെയിൻഡ് ഏർണിങ്സ് 3 ലക്ഷമാണെന്ന് അവൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഓരോ കേസിലും നമ്മൾ ഈ 3 lakhs എന്ന് പറഞ്ഞിട്ടുള്ളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് 3 lakhsൻ്റെ കൂടെ കൂട്ടേണ്ട എമൗണ്ട് മാത്രമാണ് നമ്മൾ കാണേണ്ട ആവശ്യമുള്ളൂ. അതായത് സബ്സിഡറി കമ്പനിയിൽ നിന്ന് എടുക്കേണ്ട പ്രോഫിറ്റ് പ്ലസ് ഇതും കൂടി ചേർത്താലാണ് ടോട്ടൽ എമൗണ്ട് ആവുക. ഇതെല്ലാ കേസിലും 3 lakhs എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കേസിലും സെയിം എമൗണ്ട് കൂട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. ഇനി താഴെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്തരമൊരു ക്വസ്റ്റ്യൻ കുട്ടികൾ ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ. ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ സബ്സിഡറി കമ്പനീസ് ABCD ആണ്. 4 കമ്പനിയാണ് സബ്സിഡറി കമ്പനീസ്. അതുപോലെ തന്നെ കേസ് 1, കേസ് 2, കേസ് 3, കേസ് 4 തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ കേസ് എടുക്കാം. ഒന്നാമത്തെ കേസിൽ A ആണ് സബ്സിഡറി കമ്പനി. എയുടെ പെർസെൻറ്റേജ് ഓഫ് ഷെയർസ് ഓൺഡ് എന്ന് പറയുന്നത് 90% ആണ്. അപ്പോൾ 90% എയുടെ ഷെയറും ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലാണ്. അതായത് നമ്മളെന്ന് പറയുന്ന പാരൻറ്റ് കമ്പനി. അപ്പോൾ അവിടുത്തെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 90% നമ്മുടെ കയ്യിലാണെങ്കിൽ ബാക്കിയുള്ള ഷെയർ എത്രയാണ്? 10%. അപ്പോൾ ഇപ്പം തന്നെ അവിടെ കണ്ടോളൂ, ഇപ്പം തന്നെ കുട്ടികൾ മനസ്സിലാക്കിക്കോളൂ. ആദ്യത്തെ കേസിലെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് 10% ആണ്. ഓക്കെ. അടുത്തത് കോസ്റ്റ്, നമ്മൾ വാങ്ങിയിട്ടുള്ള വില 1,70,000 ആണ്. ഇനി അവരുടെ ഷെയർ ക്യാപിറ്റൽ പറയുന്നു. എയുടെ ഷെയർ ക്യാപിറ്റൽ ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഡേറ്റിൽ 1 ലക്ഷവും റീറ്റെയിൻഡ് ഏണിങ്സ് 50,000 ആണ്. ക്ലോസിംഗ് ഡേറ്റിൽ 1 ലക്ഷവും റീറ്റെയിൻഡ് ഏണിങ്സ് 70,000 ആണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു വ്യത്യാസം വന്നിട്ടുള്ള 20,000 ആണ്. അപ്പോൾ ആദ്യത്തെ കേസിലത്തെ പ്രോഫിറ്റ് എത്രയാണ്? 20,000 ആണ്. റീറ്റെയിൻഡ് ഏണിങ്സിൽ കൂടുന്നത് എന്താണ്? പ്രോഫിറ്റാണ് അല്ലേ. അപ്പോൾ അത് കുട്ടികൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ B ആണ് കമ്പനി. B കമ്പനിയുടെ 95% ആണ് ഷെയർസ് ഓൺഡ്. 95% ആണ് ഷെയർസ് ഓൺഡ് എന്നുണ്ടെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഓർ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്രയാണ്? 5% ആണ്. ബാലൻസ് ഉള്ള 5% ആണ് അല്ലേ. കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് 1,10,000 ആണ്. 1,10,000 നമ്മൾ വാങ്ങിയത് അല്ലേ. ഇനി അതിൻ്റെ ഡേറ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 1 lakh ആണ് ഷെയർ ക്യാപിറ്റൽ ഓപ്പണിങ്. ക്ലോസിംഗ് 30,000 ആണ്. അടുത്ത ഡേറ്റിൽ 1 lakh ആണ്. കൺസോളിഡേറ്റഡ് ഡേറ്റിൽ 1 lakh ആണ് ഷെയർ ക്യാപിറ്റൽ, അതിന് മാറ്റമില്ല. പക്ഷേ റീറ്റെയിൻഡ് ഏർണിങ്സിൽ വന്നപ്പോൾ 20,000 ആയി. അതിൻ്റെ അർത്ഥം 10,000 രൂപ ലോസ് ആയിരിക്കും. 10,000 rupees ലോസ് ആയിരിക്കും. ഇനി തേർഡ് കേസ് C ആണ്. സബ്സിഡറി കമ്പനി C ആണ്. അതിൽ പെർസെൻറ്റേജ് ഓഫ് ഷെയർസ് ഓൺഡ് 80% ആണ്. 80% എന്ന് പറയുമ്പോൾ അവിടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഓർ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് 20% ആണ്. 20%. കോസ്റ്റ് 80,000, 80,000 രൂപയ്ക്കാണ് കൺസിഡറേഷൻ വാങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ കൺസിഡറേഷൻ പെയ്ഡ് എന്ന് പറയുന്നത് 80,000 ആയിരിക്കും. അവിടെ ഡേറ്റ് ഓഫ് അക്വിസിഷനിൽ 50,000 രൂപയാണ് ക്യാപിറ്റൽ. ക്ലോസിങ്ങിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് 20,000 ആണ്. അതുപോലെ കൺസോളിഡേഷൻ ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റിൽ ആ വർഷം അവസാനത്തിൽ 50,000 രൂപയാണ് ക്യാപിറ്റൽ. ദെൻ റീറ്റെയിൻഡ് ഏർണിങ്സ് 20,000 ആണ്. ദാറ്റ് ഈസ് പ്രോഫിറ്റും ലോസും ഇല്ലാത്ത അവസ്ഥയായിരിക്കും. അടുത്ത 4ാമത്തെ പോയിൻ്റാണ് കേസ് നമ്പർ സബ്സിഡറി കമ്പനി D ആണ്. പെർസെൻറ്റേജ് ഓഫ് ഷെയർസ് ഓൺഡ് 100 ആണ്. അപ്പോൾ അതിനർത്ഥം മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇല്ല. കാരണം D കമ്പനിയുടെ മുഴുവൻ ഷെയർസും പാരൻറ്റ് കമ്പനിയുടെ കയ്യിലാണ്. മുഴുവൻ ഷെയർസും പർച്ചേസ് ചെയ്യുന്നു. മുഴുവൻ ഷെയർസും വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തില്ല? മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇല്ല. 100% ഷെയർ നമ്മുടെ കയ്യിലാണ്. ദെൻ കോസ്റ്റ് 1,10,000 ആണ് അതിന് വന്നിട്ടുള്ളത്. ഇനി അക്വിസിഷൻ ഡേറ്റിലെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000, റീറ്റെയിൻഡ് ഏർണിങ്സ് 40,000 ആണ്. അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ ക്ലോസിങ്ങിൽ 50,000ഉം റീറ്റെയിൻഡ് ഏർണിങ്സ് 56,000 ആണ്. അപ്പോൾ 16,000 ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 16,000 ആണ്. ഇനി ക്വസ്റ്റ്യൻ ആണ്, ദ കമ്പനി ഹാസ് അഡോപ്റ്റഡ് ആൻ അക്കൗണ്ടിംഗ് പോളിസി ടു മെഷർ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അറ്റ് എ പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഐഡൻറ്റിഫയബിൾ നെറ്റ് അസറ്റ്സ്. മനസ്സിലായാലോ? ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത് എന്താണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടി കമ്പനി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പോളിസി എന്ന് പറയുന്നത്, അക്കൗണ്ടിങ് പോളിസി എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഐഡൻറ്റിഫയബിൾ നെറ്റ് അസറ്റ് ആണ്. ഐഡൻറ്റിഫയബിൾ നെറ്റ് അസറ്റിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ഷെയർ എടുത്തിട്ടാണ് നമ്മൾ NCA കാണേണ്ടത്. ഇവിടെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നെറ്റ് അസറ്റ് തന്നിട്ടില്ല.
അപ്പോൾ അത് വ്യക്തമാണ്. നെറ്റ് അസറ്റ് തരാത്ത കാരണം കൊണ്ട് തന്നെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നെറ്റ് അസറ്റിൻ്റെ വാല്യൂ വെച്ച് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഐഡൻറ്റിഫയബിൾ നെറ്റ് അസറ്റ് പ്രൊപ്പോർഷനേറ്റ് വാല്യൂ വെച്ചിട്ട് കാണണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫെയർ വാല്യൂ മാത്രമല്ല തരാത്തത്, എന്തുകൂടി തന്നിട്ടില്ല, നെറ്റ് അസറ്റ് കൂടി തന്നിട്ടില്ല. അപ്പം നെറ്റ് അസറ്റിൻ്റെ പ്രൊപ്പോർഷനേറ്റ് വാല്യൂ എടുക്കാൻ നമ്മളോട് അങ്ങനെ ഇൻഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തരാത്ത കാരണം കൊണ്ട്, നെറ്റ് അസറ്റ് അറിയാൻ മാർഗ്ഗമില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ പ്രൊപ്പോർഷൻ എടുത്ത് വർക്ക് ചെയ്യണം. മനസ്സിലായല്ലോ? അതങ്ങനെ അസ്യൂം ചെയ്യും. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികളോട് ഒന്നുകൂടി പറയട്ടെ, ഈ ലാസ്റ്റ് സെൻറ്റൻസ് കുട്ടികൾ ഒന്നുകൂടി വായിച്ചു നോക്കുക. ദ കമ്പനി ഹാസ് അഡോപ്റ്റഡ് an accounting policy to measure non-controlling interest at a proportionate share of identifiable net asset എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും പ്രൊപ്പോർഷനേറ്റ് ഷെയറിലേ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ഇവിടെ ഫെയർ വാല്യൂ ആയിട്ടൊന്നും തന്നിട്ടില്ല. രണ്ട്, പ്രൊപ്പോർഷനേറ്റ് വാല്യൂ അല്ലെങ്കിൽ ഷെയർ ഓഫ് ഐഡൻറ്റിഫയബിൾ നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഐഡൻറ്റിഫയബിൾ നെറ്റ് അസറ്റ് തന്നിട്ടില്ല. ഐഡൻറ്റിഫയബിൾ നെറ്റ് അസറ്റ് തരാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് എന്ത് വെച്ച് കാണണം, നമ്മുടെ ഷെയർ ക്യാപിറ്റലും റീറ്റെയിൻഡ് ഏർണിങ്സും കൂടിയുള്ള എമൗണ്ടിൻ്റെ മുകളിൽ വേണം അത് അസ്യൂം ചെയ്തിട്ട് വേണം നമുക്ക് കാണാൻ. ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ഒന്നാമത്തെ പോയിൻ്റ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ്. അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റ് ഒരു നോട്ടായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ എബോവ് സിറ്റുവേഷൻ ഓർ ഇൻ ദിസ് കേസ്, സിൻസ് ദ വാല്യൂ ഓഫ് നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് ആർ നോട്ട് ഗിവൺ, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഓഫ് സബ്സിഡറി കമ്പനീസ്. അതായത് നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് തരാത്ത പക്ഷം, നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് തന്നാൽ മാത്രമേ അതിൻ്റെ പ്രൊപ്പോർഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് തരാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഷെയർ ക്യാപിറ്റലിൻ്റെയും സബ്സിഡറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൻ്റെയും അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള എമൗണ്ട് ആണെന്ന് അസ്യൂം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. താഴെ കുട്ടികൾ ശ്രദ്ധിക്കുക, താഴെ നമ്മൾ ഇങ്ങനെ ഈ 4 കേസുള്ള കാരണം കൊണ്ട് തന്നെ അതിനൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ വരച്ചിരിക്കുകയാണ്. 4 കേസുള്ള കാരണം കൊണ്ട് തന്നെ അതിന് സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഇങ്ങനെ കോളംസ് വേണമെന്നോ ഇങ്ങനെ അറേഞ്ച് ചെയ്യണമെന്നോ യാതൊരു നിർബന്ധമില്ല. നമുക്ക് 1, 2, 3, 4 എന്ന് സെപ്പറേറ്റ് ചെയ്ത് പോയതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഒരു ഹെഡിങ് കൊടുത്താൽ മതി, കാൽക്കുലേഷൻ ഓഫ് NCI എന്നുള്ളൊരു ഹെഡിങ് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മളൊരു ടെക്സ്റ്റിൽ ചെയ്ത പോലെ ഒരു ചാർട്ട് വരയ്ക്കുന്നതിൻ്റെ അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ കേസിനും ഓപ്പണിംഗ് അക്വിസിഷൻ ഡേറ്റിലെ NCIയും അതുപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റിലെ NCIയും കൃത്യമായിട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ കേസിനും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ഡേറ്റിലെ കാണാനും ക്ലോസിംഗ് ഡേറ്റിലെ കാണാനും അതിൻ്റെ നമ്പർ എഴുതാനൊക്കെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ചാൽ നല്ലതാണ്. ഇങ്ങനെ പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ് ഒന്നും എഴുതണമെന്നില്ല. രണ്ടാമത്തെ കോളം അത്യാവശ്യമില്ല. ഇപ്പോൾ കേസ് നമ്പർ 1, 2, 3, 4 എഴുതാൻ കോളം വേണ്ട, 1, 2, 3 എന്ന് എഴുതിയാൽ മതി. രണ്ടാമത്തെ കോളം പെർസെൻറ്റേജ് ഓഫ് ഷെയർസ് ഓൺഡ് ബൈ NCI, അതിൻ്റെ ആവശ്യമില്ല. അത് നമുക്കറിയാലോ, നേരത്തെ നമ്മൾ പറഞ്ഞു, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 2 കോളം വേണമെന്നില്ല, കുട്ടികൾ നമ്പർ 1 എന്നിട്ട് എഴുതിയാൽ മതി. രണ്ടാമത്തെ 2 കോളവും നിർബന്ധമാണ്, അതും കോളം വൈസ് വേണമെന്ന്, ഇങ്ങനെ കോളം വരച്ച് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ കേസ് എടുക്കാം. ഒന്നാമത്തെ കേസ് കുട്ടികൾ ക്വസ്റ്റ്യനിൽ നോക്കുക, A ലിമിറ്റഡിൻ്റെയാണ്, A കമ്പനിയുടെയാണ്. 90% നമ്മുടെ പേരൻറ്റ് കമ്പനി ആ കമ്പനിയിലെ ഷെയർസ് ഓൺ ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഓർ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ബാക്കിയുള്ള 10% ആയിരിക്കും. അപ്പോൾ 10% നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. എന്തിൻ്റെ മുകളിൽ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്, ഐഡൻറ്റിഫയബിൾ അസറ്റിൻ്റെ മുകളിൽ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മുടെ കയ്യിൽ ഐഡൻറ്റിഫയബിൾ അസറ്റ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻഡ് എമൗണ്ട് ഓഫ് ദി ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആണ് അവിടെ നമുക്ക് എടുക്കേണ്ടത്. കമ്പൈൻഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് എടുക്കേണ്ടുന്ന സമയത്ത് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വലതുവശത്തെ 2 കോളം ഹെഡ്സ് ഇതാണ്. NCI ആസ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷനും അതുപോലെ തന്നെ NCI ആസ് ദ ഡേറ്റ് ഓഫ് കൺസോൾട്ടേഷനുമാണ്. അക്വിസിഷൻ ഡേറ്റിലെ NCIയും കൺസോൾട്ടേറ്റഡ് ഡേയ്സിലെ NCIയും ആണ് നമ്മൾ എടുക്കുന്നത്. അത് എഴുതി വയ്ക്കുക. ആദ്യത്തെ കേസിലെ അക്വിസിഷൻ ഡേറ്റിലെ NCI എന്നുള്ള സമയത്ത് ഒന്നാമത്തെ പോയിന്റിൽ തന്നെ എഴുതുക കുട്ടികൾ. എത്രയാണ്, 2 കൂടി എമൗണ്ട്. ആദ്യത്തെ കോളം നോക്കുക, പ്രോബ്ലത്തിലെ ഫസ്റ്റ് കോളം നോക്കുക. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത്
1,50,000 ആണ് അല്ലേ. അപ്പോൾ 1.5 ലക്ഷം രൂപയാണ്. 1.5 ലക്ഷത്തിൻ്റെ 10%, അതാണ് NCI. 1,50,000 10% എന്ന് പറയുന്നതാണ് NCI. അപ്പോൾ അതവിടെ എഴുതി വയ്ക്കുക, എമൗണ്ട് എഴുതി വയ്ക്കുക 15,000. ഇനി ക്ലോസിങ്ങിലത്തെ അതേ A ലിമിറ്റഡ് തന്നെ ക്ലോസിങ് നോക്കുക. ക്ലോസിങ് എത്രയാണ്? 1,70,000 അല്ലേ. 1,70,000 എന്ന് പറയുമ്പോൾ 1,70,000ൻ്റെ 10%, ദാറ്റ് ഈസ് 17,000, 17,000. അപ്പോൾ ആദ്യത്തെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയാണ് 2, 3, 4 ചെയ്യാം. എന്നാലും നമുക്ക് പറയാം. രണ്ടാമത്തെ കേസ് പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ് അവിടെ ക്വസ്റ്റ്യനിൽ നോക്കുക 95% ആണ്. 95% ആണെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്ര വരും? 5% ആണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ 5 എഴുതുക. ഇനി എന്ത് ചെയ്യുക? അവരുടെ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് കൂട്ടി നോക്കുക. 1 ലക്ഷം രൂപയാണ് ബി ലിമിറ്റഡിൻ്റെ എന്ത് വരുന്നത്? ഷെയർ ക്യാപിറ്റൽ വരുന്നത്. ബി ലിമിറ്റഡിൻ്റെ തന്നെ റീറ്റെയിൻഡ് ഏണിങ്സ് വരുന്നത് 30,000 രൂപയാണ്. രണ്ടും കൂടി കൂട്ടുമ്പോൾ 1,30,000 കിട്ടും. അതിൻ്റെ 5%, ദാറ്റ് ഈസ് 6,500 അവിടെ എഴുതി വയ്ക്കുക. അടുത്തത് ക്ലോസിംഗ് ഡേറ്റിലാണ്. അപ്പോൾ കുട്ടികളുടൻ തന്നെ പ്രോബ്ലത്തിലെ ക്ലോസിംഗ് ഡേറ്റ് നോക്കുക. ബി ലിമിറ്റഡിൻ്റെ ക്ലോസിംഗ് ഡേറ്റിൽ ഷെയർ ക്യാപിറ്റൽ 1 lakhും റീറ്റെയിൻഡ് ഏണിങ്സ് 20,000 ആണ്. അപ്പോൾ അത് എഴുതി വയ്ക്കുക. 1,20,000 ഇൻറ്റു 5/100, 5%, 1,20,000ൻ്റെ 5%, ദാറ്റ് ഈസ് 6,000, 6,000. അത് എഴുതുക. ഇനി മൂന്നാമത്തെ പോയിൻ്റ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കുക. മൂന്നാമത്തെ പോയിൻ്റ് ക്വസ്റ്റ്യനിൽ നോക്കുക. സി ലിമിറ്റഡ് ആണ്. പെർസെൻറ്റേജ് ഓഫ് ഷെയർസ് ഓൺഡ് ബൈ പാരൻറ്റ് കമ്പനി എന്ന് പറയുന്നത് 80% ആണ്. അപ്പോൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്ര വരും? 20% വരും അല്ലേ. മൈനോറിറ്റി ഇൻട്രസ്റ്റ് വരുന്നത് 20% ആണ്. അപ്പോൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് 20% ആണ്. ഇനി അവരുടെ തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നോക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000ഉം റിസർവ് എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 20,000 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? 20% ഓഫ് 70,000 ആണ്. 20% ഓഫ് 70,000 ആണ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 14,000 കിട്ടും. 14,000 ആണ് കിട്ടുക. ക്ലോസിങ്ങും സെയിം റേറ്റ് ആണ്. കാരണം അവരുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റലും റീറ്റെയിൻഡ് ഏണിങ്സും സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ക്ലോസിങ്ങിലും 20% ഓഫ് 70,000 എഴുതുക, 14,000 എഴുതുക. നാലാമത്തെ പോയിന്റിലുള്ളൊരു പ്രത്യേകത, നാലാമത്തെ പോയിന്റിൽ NCA ഇല്ല, മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇല്ല. എന്താ കാരണം? നാലാമത്തെ പോയിന്റിൽ ഡി ആണ് സബ്സിഡറി കമ്പനി. ഡിക്ക് പെർസെൻറ്റേജ് ഓഫ് ഷെയർസ് ഓൺഡ് എന്ന് പറയുന്നത് 100% ഷെയറും ഡി എന്ന കമ്പനിയുടെ 100% ഷെയറും ആരുടെ കയ്യിലാണ്? പാരൻറ്റ് കമ്പനിയുടെ കയ്യിലാണ് അല്ലേ. 100% ഷെയറും പാരൻറ്റ് കമ്പനിയുടെ കയ്യിലാണെങ്കിൽ അവിടെ എന്ത് വരില്ല? അവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വരില്ല, മൈനോറിറ്റി ഇൻട്രസ്റ്റ് വരില്ല. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കുട്ടികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ 4 ചെയ്തു എന്നുള്ളത് 4 ഒരേപോലത്തെ കേസാണ് അല്ലേ. നാലാമത്തെ കേസ് മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്. അവിടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇല്ല. ബാക്കി 3ഉം സെയിം ആണ്. അവിടെ നമ്മൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്കെന്ത് തന്നിട്ടില്ല? നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റിൻ്റെ മുകളിലാണ് കാണേണ്ടത്. പക്ഷേ നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റിൻ്റെ ഫെയർ വാല്യൂ നമുക്ക് തന്നിട്ടില്ല അല്ലേ. ഫെയർ വാല്യൂ തരാത്ത കാരണം കൊണ്ട് നമ്മൾ പ്രൊപ്പോർഷൻ മെത്തേഡ് പോലെ എന്താണ് ഫെയർ വാല്യൂ എന്ന് അസ്യൂം ചെയ്തു? നമ്മുടെ ക്യാപിറ്റലും അതുപോലെ തന്നെ റിസർവും ചേർന്നിട്ടുള്ള രണ്ടും കൂടി ചേർന്നിട്ടുള്ള എമൗണ്ടാണ് ഫെയർ വാല്യൂ എന്ന് വിചാരിച്ചെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത് പ്രൊപ്പോർഷൻ മെത്തേഡിൽ. അപ്പോൾ ഇത് കുട്ടികൾ നന്നായിട്ട് നോക്കുക. നമുക്കിപ്പോൾ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രമല്ല പഠിക്കേണ്ടത്, ഇത് ഒരു essay ക്വസ്റ്റ്യനിൽ വന്നാൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് പഠിക്കേണ്ടത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ എക്സാമ്പിൾസൊക്കെ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഗുഡ് വിൽ ഓർ ഗെയിൻ ഓർ ബാർഗെയിൻ പർച്ചേസ് പ്രൈസ് അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വസിഷൻ. ഗുഡ് വില്ലോ അല്ലെങ്കിൽ എന്താണ് ഗെയിൻ ഓർ ബാർഗെയിൻ പർച്ചേസ് പ്രൈസോ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത് ഡേറ്റിൻ്റെ കാര്യത്തിൽ അതിന് പ്രത്യേകതയൊന്നുമില്ല. അത് അക്വസിഷൻ ഡേറ്റിൽ തന്നെയാണ് കാണുക. ഇനി അതിന് ഇവിടെ ടെക്സ്റ്റിൽ ഒരു 6 കോളമുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കാം. അതിനൊറ്റ കാര്യമുള്ളൂ, എന്താണ്? ഗുഡ് വില്ലാണോ ക്യാപിറ്റൽ റിസർവ് ആണോ അല്ലെങ്കിൽ ഗെയിൻ ഓൺ പർച്ചേസ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷൻ പെയ്ഡ് പ്ലസ് NCI എന്ന് പറയുന്നത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് രണ്ടും കൂടി കൂട്ടുക.
രണ്ടും കൂടി കൂട്ടിയിട്ട് നമ്മുടെ ഐഡൻറ്റിഫൈബിൾ അസറ്റുമായിട്ട് വിലയായിട്ട് കമ്പയർ ചെയ്യുക. ഐഡൻറ്റിഫൈബിൾ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈബിൾ അസറ്റിൽ ലെസ് ചെയ്യുക. ലെസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഫിഗറാണ് വന്നതെന്നുണ്ടെങ്കിൽ ഗുഡ് വില്ല്, നെഗറ്റീവ് ഫിഗറാണ് വന്നതെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ റിസർവ്. അത്രയേ ഉള്ളൂ. നെഗറ്റീവ് ഫിഗറാണ് വരുന്നതെങ്കിൽ എന്താണ്, ക്യാപിറ്റൽ റിസർവിനെ നമ്മൾ പറയുന്നത് ഗെയിൻ ഓൺ എന്താണ് ബാർഗെയിൻ പർച്ചേസ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പക്ഷേ ഇവിടെ ഇങ്ങനെ ടേബിളൊക്കെ വരച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതും ഇങ്ങനെ വരയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 4 ഐറ്റംസ് ഒന്നിച്ച് പറഞ്ഞിരിക്കുകയാണ്. 4 സബ്സിഡറി കമ്പനിയുടെ ഒന്നിച്ച് കാണാൻ പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെ ടേബിൾ വരച്ച് ചെയ്തത്. ടേബിൾ വരയ്ക്കുമ്പോൾ ഇനി കുട്ടികൾ ടേബിൾ കൂടി ബൈ ഹാർട്ട് പഠിക്കണോ എന്നൊക്കെ വിചാരിക്കും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു നോളജ് ഉണ്ടെങ്കിൽ ടേബിൾ ഇല്ലാതെ നമുക്ക് ചെയ്യാം. 4 ഒന്നിച്ച് വരുമ്പോൾ ഒറ്റയടിക്ക് ചെയ്യാനുള്ള അതിൻ്റെ ഗുണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കോളംസ് ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം കേസാണ്. കേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിൻ്റെ നമ്പർ ഇടുക. 1 ഫസ്റ്റ് കേസ്, സെക്കൻഡ് കേസ്, തേർഡ് കേസ്, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ കോളം കൺസിഡറേഷൻ പെയ്ഡ്. കൺസിഡറേഷൻ പെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടാണോ വാങ്ങിയിട്ടുള്ളത് കമ്പനി, അതാണ് കൺസിഡറേഷൻ പെയ്ഡ്. നമ്മൾ കമ്പനി അക്വയർ ചെയ്ത പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ അക്വയർ ചെയ്ത പ്രൈസ്, അതിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്, കൺസിഡറേഷൻ പെയ്ഡ് എന്ന് പറയുന്നത്. അത് എഴുതുക. മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത് NCI, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ ആ റിസൾട്ട്, നേരത്തെ ഒരു കോളൊക്കെ വരച്ച് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വരച്ച് കണ്ടുപിടിച്ചില്ലേ, ആ റിസൾട്ടിനെയാണ് NCI എന്ന് പറയുന്ന നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അടുത്ത കോളം, നാലാമത്തെ കോളം എന്ന് പറയുന്നത് നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ്. അതിവിടെ പറഞ്ഞിട്ടില്ല. നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ പറഞ്ഞെന്ത്, നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്തു എന്താണ് നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ്, നമ്മുടെ ക്യാപിറ്റലും ഈ കമ്പനികളുടെയൊക്കെ ക്യാപിറ്റലും അതുപോലെ തന്നെ റിസർവും കൂടി ചേർന്നിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യുന്നു, നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റായിട്ട് അസ്യൂം ചെയ്യുന്നു. അതാണ്. ഇനി ലാസ്റ്റിലത്തെ 5ാമത്തെയും 6ാമത്തെയും കോളം എന്ന് പറയുന്നത് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്, അല്ലെങ്കിൽ ഗുഡ് വിൽ ഓർ ഗെയിൻ ഓൺ പർച്ചേസ്, ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ്. അപ്പോൾ 5ാമത്തെ കോളം ഗുഡ് വില്ല്, 6ാമത്തെ കോളം ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ്. അപ്പോൾ അത് പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ ഗുഡ് വില്ല്, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ബാർഗെയിൻ പർച്ചേസ്, ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ്. ഇനി ഒന്നാമത്തെ കേസിൽ കുട്ടികൾ വേഗം തന്നെ പ്രോബ്ലം അടുത്ത കഴിഞ്ഞ പേജ് മറിക്കുക. അതിൽ 1, 2, 3ാമത്തെ കോളം എടുക്കുക. 3ാമത്തെ കോളം കോസ്റ്റ് കോളം. ഈ കോസ്റ്റ് കോളം എടുക്കുക. കോസ്റ്റ് കോളം എടുത്തിട്ട് അതിൽ എക്ക് കോസ്റ്റ് എത്രയാണ് വന്നിട്ടുള്ളത്, 1,70,000. ഇതാണ് കൺസിഡറേഷൻ പെയ്ഡ്. ഈ എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, 1ാമത്തെ കേസിന് നേരെ കൺസിഡറേഷൻ പെയ്ഡിൽ 1,70,000 എഴുതി വയ്ക്കുക. അടുത്തത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അപ്പോൾ നേരത്തെ വരച്ച ചാർട്ടിലേക്ക് പോവാം. നേരത്തെ വരച്ച ചാർട്ടിൽ നമ്മൾ എപ്പോഴും എഴുതേണ്ടത് അവസാനത്തെ എന്താ പറയുക, കൺസോൾട്ടേഷൻ ഡേറ്റിലെ NCI അല്ല എടുക്കേണ്ടത്. നമ്മൾ എടുക്കേണ്ട NCI എന്ന് പറയുന്നത് അക്വിസിഷനാണ്. ഒരു കാര്യം പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. ഇപ്പോൾ അത് മനസ്സിൽ പതിയാത്ത കുട്ടികൾക്ക് ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ പതിയും. അതായത് നമ്മൾ ഗുഡ് വില്ലും അതുപോലെ തന്നെ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസും കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട എന്താണ്, NCI എന്ന് പറയുന്നത് എവിടുത്തെ NCI മാത്രമാണ്, അക്വിസിഷൻ ഡേറ്റിൽ NCI മാത്രമാണ്. അവിടെയാണല്ലോ നമ്മൾ പർച്ചേസ് ചെയ്യണേ. അക്വിസിഷൻ നടക്കുന്ന സമയത്തുള്ള എമൗണ്ട് ആണല്ലോ എടുക്കേണ്ടത്. അപ്പോൾ NCI എന്ന് പറയുന്നത് അക്വിസിഷൻ ഡേറ്റിൽ NCI എടുക്കുക. അത് എത്രയാണ്, 15,000. അത് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് 4ാമത്തെ കോളം. ഇനി അടുത്ത കേസ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് ചെയ്യുക, ആ 2ാമത്തെ കോളായിട്ടുള്ള 1,70,000 3ാമത്തെ കോളായിട്ടുള്ള NCIയും കൂടി കൂട്ടുക. അങ്ങനെ ഒരു കോളം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല കേട്ടോ. അത് രണ്ടും കൂടി കൂട്ടുക. അപ്പോൾ 1,70,000 50,000 കൂടി കൂട്ടുമ്പോൾ 1,85,000 കിട്ടും. ഈ 85 നിന്ന് 1,50,000 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും, 35,000. 35,000 എന്താണ്, പോസിറ്റീവ് ഫിഗറാണ്. അപ്പോൾ ഗുഡ് വിൽ എന്നുള്ള കോളത്തിൽ എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞൊരു ടെക്നിക്ക് അറിയാലോ കുട്ടികൾക്ക്. ടെക്നിക്ക് എന്ന് പറയാൻ പറ്റില്ല, എളുപ്പത്തിന് വേണ്ടി പറഞ്ഞാണ്. എന്താണ്, നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ കൺസിഡറേഷൻ പെയ്ഡും NCIയുടെ എമൗണ്ടും കൂടി കൂട്ടിയിട്ട് അതിൽ നിന്ന് നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് കുറയ്ക്കുക. അപ്പോൾ പോസിറ്റീവ് ഫിഗറാണ് വരണമെന്നുണ്ടെങ്കിൽ ഗുഡ് വില്ല്, നെഗറ്റീവ് ഫിഗറാണ് വരണമെന്നുണ്ടെങ്കിൽ ഗെയിൻ ഓൺ പർച്ചേസ് പ്രൈസ്. അല്ലേ? അപ്പോൾ ഇവിടെ അത് ആഡ് ചെയ്യുന്ന എമൗണ്ടോ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു കോളോ അല്ലെങ്കിൽ രണ്ടും കൂടി പ്ലസ് ഇട്ട് വയ്ക്കുകയോ മൈനസ് ഫിഗർ ഇട്ട് വയ്ക്കുകയോ ഇതൊന്നും ചെയ്തിട്ടില്ല.
മനസ്സിലായാലോ? നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. സെക്കൻഡ് കോളത്തിലെ 1,70,000 തേർഡ് കോളത്തിലെ 15,000 കൂടി കൂട്ടുക. എന്നിട്ട് നെറ്റ് ഐഡൻറ്റിഫൈബിൾ അസറ്റായിട്ടുള്ള നാലാമത്തെ കോളത്തിലെ എമൗണ്ട് കുറയ്ക്കുക. അപ്പോൾ അതിന് റിസൾട്ട് കിട്ടും, കറക്റ്റ് പോസിറ്റീവ് റിസൾട്ട് കിട്ടും. ദാറ്റ് ഈസ് 35,000. അത് ഗുഡ് വിൽ കോളത്തിൽ എഴുതുക. ലാസ്റ്റ് കോളത്തിൽ ലൈൻ ഇടുക, അതിലില്ല, എമൗണ്ട് ഇല്ല. അടുത്ത് രണ്ടാമത്തെ കേസ് എടുക്കുക. രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ ആദ്യം കൺസിഡറേഷൻ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രോബ്ലത്തിൽ നോക്കുക. രണ്ടാമത്തെ കേസ് ബി ആണ് സബ്സിഡറി കമ്പനി. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1,10,000 ആണ്. ആ 1,10,000 കൺസിഡറേഷൻ എന്നുള്ള കോളത്തിൽ എഴുതുക 1,10,000. ഇനി എൻ സി ഐ എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ വരച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ എൻ സി ഐ ആസ് ദ ഡേറ്റ് ഓഫ് അക്വസിഷൻ എന്നുള്ളതിൽ രണ്ടാമത്തെ പോയിൻ്റ് എടുക്കുക. ദാറ്റ് ഈസ് 6,500. ഇനി എന്ത് ചെയ്യുക? ഇനിയാണ് നെറ്റ് ഐഡൻറ്റിഫൈബിൾ അസറ്റ്. നെറ്റ് ഐഡൻറ്റിഫൈബിൾ അസറ്റ് വീണ്ടും നമ്മൾ എവിടേക്ക് പോവുക? വീണ്ടും ബി ലിമിറ്റഡിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവുക. ബി ലിമിറ്റഡിൻ്റെ എത്രയാണ്? ഷെയർ ക്യാപിറ്റലും റീറ്റേൺഡ് ഏണിങ്സും കൂടി കൂട്ടുക. അതായത് 1,30,000 രൂപ, 1,30,000. അതവിടെ എഴുതി വയ്ക്കുക. 1,30,000 എഴുതി വയ്ക്കുക. ഇനി എന്ത് ചെയ്യുക? ആദ്യത്തെ രണ്ട് എമൗണ്ട് കൂടി കൂട്ടുക. അതായത് 1,10,000 6,500 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 1,16,500, 1,16,500. ഒന്നുകൂടി പറയാം ഞാൻ. 1,10,000 6,500 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 1,16,500 കിട്ടും. 1,16,500. 1,16,500. ഇനി നമ്മുടെ നെറ്റ് ഐഡൻറ്റിഫൈബിൾ അസറ്റ് എത്രയാണ്? 1,30,000 ആണ്. 1,30,000 ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഫിഗറാണ് പറഞ്ഞത്. 1,16,500 നിന്ന് 1,30,000 കുറച്ചാൽ എന്താ വരിക? നെഗറ്റീവ് ഫിഗറാണ് വരിക. നെഗറ്റീവ് ഫിഗറാണെങ്കിൽ അവിടെ എന്താണ്? ഗെയിൻ ഓൺ പർച്ചേസ് പ്രൈസ് ആണ്, അല്ലെങ്കിൽ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഗെയിനാണ് വരിക. അപ്പോൾ ഗുഡ് വിൽ കോളത്തിൽ ലൈൻ ഇടുക. എന്നിട്ട് ഗെയിൻ എന്നുള്ള കോളത്തിൽ എഴുതുക 13,500. 13,500 ആണ് ഗെയിൻ. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ. അടുത്ത രണ്ട് കേസ് കൂടിയുണ്ട്. മൂന്നാമത്തെ കേസ് എഴുതുക. മൂന്നാമത്തെ കേസിൽ ആദ്യം കൺസിഡറേഷൻ നോക്കുക, പ്രോബ്ലം മറിച്ച് നോക്കുക. സി പോയിൻറ്റിൽ കൺസിഡറേഷൻ 80,000 ആണ്. അപ്പോൾ കൺസിഡറേഷൻ പെയ്ഡ് എന്നുള്ള കോളത്തിൽ 80,000 എഴുതുക. ഇതാണ് എന്ത് ചെയ്യുക? എൻ സി ഐ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കേസിൽ എത്രയാണ്? തൊട്ട് മുകളിൽ വരച്ചിട്ടുള്ള ആ ചാർട്ട് നോക്കിയിട്ട് എൻ സി ഐ 14,000 അവിടെ എഴുതി വയ്ക്കുക. ഇനി നെറ്റ് ഐഡൻറ്റിഫൈബിൾ അസറ്റിൻ്റെ വാല്യൂ, അതായത് അതിൻ്റെ ഷെയർ ക്യാപിറ്റലും റീറ്റേൺഡ് ഏണിങ്സും കൂടിയിട്ട് ഷെയർ ക്യാപിറ്റൽ വന്നിട്ടുള്ള 50,000 രൂപയും റീറ്റേൺഡ് ഏണിങ്സ് വന്നിട്ടുള്ള 20,000 ആണ്. രണ്ടും കൂടി കൂട്ടുമ്പോൾ 70,000 ആണ് വരിക. അപ്പോൾ 70,000 എഴുതി വയ്ക്കുക, അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ രണ്ട് എമൗണ്ടും കൂടി കൂട്ടുക. ദാറ്റ് ഈസ് 80,000 പ്ലസ് 14,000. 80,000 പ്ലസ് 14,000 വരുമ്പോൾ എത്രയാണ് വരിക? 94,000 ആണ് വരിക. തേർഡ് കോളത്തിലെ എമൗണ്ട്, ഫോർത്ത് കോളത്തിലെ എമൗണ്ട് എന്ന് പറയുന്നത് 70,000 ആണ്. അപ്പോൾ 84,000 നിന്ന് 70,000 കുറയ്ക്കുമ്പോൾ പോസിറ്റീവ് ഫിഗറാണ് വരിക. അതിൻ്റെ അർത്ഥം അവിടെ ഗുഡ് വില്ലാണ്. ദാറ്റ് ഈസ് 24,000. 84 അല്ല കേട്ടോ, 80,000 പ്ലസ് 14,000 ആണ്. 94,000 ആണ് വരിക. എനിക്ക് തെറ്റിയതാണ്. 80,000 പ്ലസ് 14,000 ദാറ്റ് ഈസ് 94,000 മൈനസ് 70,000 ഇസ് ഈക്വൽ ടു എത്രയാണ്? 24,000. പോസിറ്റീവ് ഫിഗറാണ് വരിക. അവിടെ എന്തായിരിക്കും? അവിടെ ഗുഡ് വില്ലാണ്. അവിടെ എഴുതി വയ്ക്കുക. നാലാമത്തെ കേസിലെ കുട്ടികൾ ശ്രദ്ധിക്കുക. നമ്മുടെ കൺസിഡറേഷൻ പെയ്ഡ് 1,10,000 ആണ്. അപ്പോൾ അതവിടെ എഴുതുക. 1,10,000 എഴുതുക. എൻ സി ഐ ഉണ്ടോ? നമുക്ക് എൻ സി ഐ ഇല്ല. എന്താ കാരണം? എൻ സി ഐ ഇല്ലാത്തതിൻ്റെ കാരണം ആ കമ്പനിയുടെ ഏറ്റവും ലാസ്റ്റ് കമ്പനിയുടെ 100% ഷെയർസ് നമ്മൾ വാങ്ങി, അല്ലേ? ലാസ്റ്റ് കമ്പനി ഡി ആണ്. ഡിയുടെ 100% ഹോൾഡിങ്സ് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ 100% ഹോൾഡിങ്സ് നമ്മുടെ കയ്യിലായതുകൊണ്ട് എൻ സി ഐയുടെ അവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ അവിടെ ലൈൻ ഇടുക. നില്ലാണ്, ഒന്നുമില്ല. ഇനി നെറ്റ് ഐഡൻറ്റിഫൈബിൾ അസറ്റ് ഉണ്ട്, അത് നമ്മൾ നോക്കുക. ഓപ്പണിംഗ് എത്രയാണ്? ഷെയർ ക്യാപിറ്റൽ 50,000 റീറ്റേൺഡ് ഏണിങ്സ് 40,000 ആണ്. രണ്ടും കൂടി കൂട്ടുമ്പോൾ 90,000 കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക? 1,10,000 നിന്ന് 90,000 കുറയ്ക്കുക. അപ്പോൾ പോസിറ്റീവ് ഫിഗറാണ് വരിക. 1,10 അല്ലേ കൂടുതൽ? 1,10 നിന്ന് 90,000 കുറച്ചാൽ എന്ത് വരും? 20,000 വരും. ആ 20,000 നമ്മൾ എന്ത് ചെയ്യുക? പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ട് തന്നെ അത് ഗുഡ് വില്ലാണ്. അതവിടെ എഴുതി വയ്ക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഈ
ക്വസ്റ്റ്യൻ പഠിക്കുന്നതോടുകൂടി ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്താണ് ഗെയിൻ ഓൺ പർച്ചേസ് ആണോ ഗുഡ് വിൽ ആണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് കൃത്യമായിട്ടുള്ളൊരു ധാരണ കുട്ടികൾക്ക് ഉണ്ടാവും. നമ്മൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു, എന്നാലും ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റികൾ എന്താ, അവിടെ ഒരു കമ്പാരിസൺ പറ്റുന്നു. ഇവിടെ കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും എന്താണ് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം, എന്താണ് രണ്ട് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് കൃത്യമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും നമുക്ക്. ഇനി മൂന്നാമത്തെ കേസ്, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഹോൾഡിംഗ് കമ്പനീസ് പ്രോഫിറ്റ് ഇൻ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്നാണ്. അപ്പോൾ അവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഹോൾഡിംഗ് കമ്പനീസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ആ പ്രോഫിറ്റിൻ്റെ മെജോറിറ്റി എത്രയാണ്. മെജോറിറ്റി എന്ന് ഞാൻ പറയുന്നത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലാത്ത ഭാഗം, അതുകൊണ്ടാണ് ഞാൻ മെജോറിറ്റി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞില്ലേ, സബ്സിഡറി കമ്പനിയിൽ എത്രയാണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്, ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് കിട്ടിയിട്ടുള്ളത് നോക്കുക ഓരോ വർഷത്തിൽ. ആ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ നമ്മുടെ ഭാഗം എന്ന് പറയുന്നത് എന്താ, പേരൻറ്റ് കമ്പനിയുടെ പെർസെൻറ്റേജ് എടുത്തിട്ടാണ്, അതാണ് നമ്മൾ എവിടേക്ക് കൊണ്ടുപോകുക, നമ്മുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകുക അല്ലേ. നമ്മുടെ പേരൻറ്റ് കമ്പനിയുടെ പ്രോഫിറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എല്ലാ കൊല്ലം 3 ലക്ഷമാണ്, എല്ലാ കൊല്ലം എത്ര ലക്ഷമാണ്, 3 lakhs ആണ്, അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഉണ്ട്. എല്ലാ കൊല്ലം റീറ്റെയിൻഡ് ഏണിങ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എല്ലാ കൊല്ലം 3 lakhs ആണ്. അപ്പോൾ ഇതൊരു നമുക്ക് പഠിക്കാൻ വേണ്ടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് എന്തൊക്കെയാണ് കോളംസ് നോക്കാം. ആദ്യം ഹെഡിങ് എഴുതി വയ്ക്കുക, 3rd പോയിൻ്റ് കൊടുക്കുക. ഹെഡിങ് എഴുതി വയ്ക്കുക, എമൗണ്ട് ഓഫ് ഹോൾഡിംഗ് കമ്പനീസ് പ്രോഫിറ്റ് ഇൻ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ പാരൻറ്റ് കമ്പനിയാണ്. പാരൻറ്റ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റിന് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കേസ് നമ്പർ 1 പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്, അവിടെ മെജോറിറ്റിയാണ്, മൈനോറിറ്റി അല്ല, നമ്മുടെ കയ്യിലുള്ളതാണ് 90%. റീറ്റെയിൻഡ് ഏണിങ്സ്, ആദ്യം തുടക്കത്തിലുള്ള റീറ്റെയിൻഡ് ഏണിങ്സ് 50,000, ക്ലോസിങ് 70,000. മനസ്സിലായല്ലോ. അപ്പോൾ എന്തിനാണ് ഈ റീറ്റെയിൻഡ് ഏണിങ്സ് കാണുന്നത്? റീറ്റെയിൻഡ് ഏണിങ്സ് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പറഞ്ഞില്ലേ, റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുന്നത് അതാണ് പ്രോഫിറ്റ്. കുട്ടികൾ ആ ക്വസ്റ്റ്യൻ എടുക്കുക, ഒന്നുകൂടി ക്വസ്റ്റ്യൻ്റെ പേജ് എടുത്തിട്ട് നോക്കിയേ. എ കമ്പനിയുടെ എടുക്കുക, എ കമ്പനിയുടെ റീറ്റെയിൻഡ് ഏണിങ്സ് 1499 എന്ന് പറയുന്ന ഓപ്പണിംഗ് ആണ്. 1499 50,000 രൂപയാണ് ഓപ്പണിംഗ് ഉള്ളത് അല്ലേ. 31/3/20 എന്ന് പറയുന്നതാണ് ക്ലോസിങ്, അടുത്ത ആ കൊല്ലം ക്ലോസിങ്. അവിടെ നോക്കിയേ, എ ലിമിറ്റഡിന് വരുന്നത് 70,000 ആണ്. അപ്പോൾ 50,000 എന്നുള്ളത് 70,000 ആകാൻ ഒറ്റ കാരണമേ ഉള്ളൂ, അതെന്താണ്, പ്രോഫിറ്റ്. അല്ലെങ്കിൽ പിന്നെ ജനറൽ റിസർവ് ഒക്കെ ആയിട്ട് മാറ്റിയെന്നൊക്കെ പറയേണ്ടി വരും, അത് ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരേ ഒരു റീസണേ ഉള്ളൂ, അവിടെ 20,000 എന്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. അതാണ് കമ്പാരിസൺ. ഈ 20,000 ആണ് എയുടെ പ്രോഫിറ്റ്. 20,000-ൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്രയാണ് വരിക, 10% അല്ലേ. മൈനോറിറ്റി ഇൻട്രസ്റ്റ് നോക്കിയ കുട്ടികൾ, നമ്മുടെ മെജോറിറ്റി എത്രയാണ്, 90%. അപ്പോൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്രയാണ്, 10%. അപ്പോൾ ഇവിടെ 20,000-ൽ 10% മൈനോറിറ്റി ഇൻട്രസ്റ്റ് മാറ്റിയാൽ 10%, 20,000-ൻ്റെ 10% എത്രയാണ്, 2,000. മൈനോറിറ്റി ഇൻട്രസ്റ്റ് മാറ്റിയാൽ 2,000 മാറ്റിയാൽ ബാക്കിയുള്ളതാണ് ആരുടെ പ്രോഫിറ്റ്, ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റ്. അതെത്രയാണ്, 20,000 മൈനസ് 2,000, ദാറ്റ് ഈസ് 18,000. വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി പ്രോബ്ലത്തിലേക്ക് പോവാം. ഇനി പ്രോബ്ലം നോക്കുക കുട്ടികൾ. അപ്പോൾ എല്ലാ വർഷവും 3 lakh ആയതുകൊണ്ട് അത് നമുക്ക് എടുക്കണമെന്നില്ല, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ കൂടെ കൂട്ടേണ്ട എമൗണ്ടാണ്. നമ്മൾ ഒന്നാമത്തെ കേസ് നോക്കുക. ഹെഡിങ്ങുകൾ നോക്കിക്കോളൂ കേട്ടോ. ഹെഡിങ് കേസ് പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഹോൾഡിംഗ്. മൂന്നാമത്തെ ഹെഡിങ് എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ഏണിങ്സ് ഓൺ 1499 ഓപ്പണിംഗ് ആണ്. നാലാമത്തെ റീറ്റെയിൻഡ് ഏണിങ്സ് ഓൺ 31/3/2020 ക്ലോസിംഗ് ആണ്. ഇനി പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. പോസ്റ്റ് അക്വിസിഷൻ എന്ന് പറയുന്നത് അക്വിസിഷൻ കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലെ പ്രോഫിറ്റ്, അതാണ്. ഏറ്റവും ലാസ്റ്റ് കോളം എമൗണ്ട് ടു ബി ആഡഡ് ടു ഹോൾഡിംഗ് കമ്പനീസ് റീറ്റെയിൻഡ് ഏണിങ്സ്. ഹോൾഡിംഗ് കമ്പനീസ് റീറ്റെയിൻഡ് ഏണിങ്സ് എല്ലാ കൊല്ലം 3 ലക്ഷം ആയതുകൊണ്ട് അത് ആഡ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യം നമുക്കില്ല. അത് ആഡ് ചെയ്ത് കാണിക്കേണ്ട. ഇവിടെ നിന്ന് എത്ര രൂപ കൊണ്ടുപോകണം എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി.
അതിനാണ് ആ കോളം ഹെഡ് കൊടുത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക? കേസ് നമ്പർ 1, ഒന്നാമത്തെ കേസ് നമ്പർ 2, പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഹോൾഡിംഗ് 90%, അതെഴുതി. റീറ്റേൺഡ് ഏണിങ്സ് ഓൺ ഓപ്പണിംഗ് 1/4/99 50,000. ഇനി എന്താണ് അടുത്ത കോളം? റീറ്റേൺഡ് ഏണിങ്സ് ഓൺ ക്ലോസിംഗ് ആസ് 31/3/2020 70,000. ഇനി എന്ത് ചെയ്യുക? റീറ്റേൺഡ് ഏണിങ്സ് എന്താണ്? പ്രോഫിറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ എഴുതിക്കോ. ഇതിലെഴുതിയിട്ടുള്ള റീറ്റേൺഡ് ഏണിങ്സ് ഓഫ് പോസ്റ്റ് അക്വിസിഷൻ പീരീഡ് എന്നാണ്. അത് പ്രോഫിറ്റ് എന്ന് തന്നെ നമുക്കാക്കാം. പ്രോഫിറ്റ് എത്ര വരിക? 50,000 ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, ക്ലോസിംഗ് 70,000 ഉണ്ട്. ദെർഫോർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 20%. 20,000. 50,000 70,000 കൂടിയുള്ള ഡിഫറൻസ് 20,000 രൂപയാണ് പ്രോഫിറ്റ്. 20,000-ൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്രയാണ്? 10% ആണ്. 10% കുറച്ചാൽ, മൈനോറിറ്റി ഇൻട്രസ്റ്റ് കുറച്ചാൽ മെജോറിറ്റി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിക്ക് എത്ര കിട്ടുക? 18,000. മനസ്സിലായല്ലോ? 20,000 ആണ് ടോട്ടൽ ഏണിങ്സ്. അതിലെ 10% ആണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. 10% 2,000 ആണ്, 2,000 ആണ്. അത് കുറച്ചാൽ ബാക്കിയുള്ള 18,000 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? മെജോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 18,000 അവിടെ എഴുതിയിട്ടു. ആ എമൗണ്ട് ആണ് ഹോൾഡിംഗ് കമ്പനിയുടെ എന്തിലേക്ക് കിട്ടേണ്ടത്? ബാലൻസ് ഷീറ്റിലേക്ക്, കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് വരേണ്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ബി കമ്പനിയാണ്. ബി കമ്പനിയുടെ പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 95 ആണ്. ബി കമ്പനിയുടെ പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് 95 ആണ്. അതവിടെ എഴുതി വയ്ക്കുക. രണ്ടാമത് ബി കമ്പനിയുടെ റീറ്റേൺഡ് ഏണിങ്സ് ഓപ്പണിങ് 30,000 ആണ്, 30,000. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞതാണ് കൃത്യമായിട്ട്, എങ്കിലും കുട്ടികൾ ഒന്നുകൂടി നോക്കുക. ഓപ്പണിങ് 30,000 ആണ്. ക്ലോസിങ് റീറ്റേൺഡ് ഏണിങ്സ് 20,000 ആണ്. അപ്പോൾ അവിടെ കമ്പയർ ചെയ്ത് നോക്കിയേ, 30,000 ഉള്ളത് 20,000 ആയി അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് അല്ല, അവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്? ലോസാണ് ഉണ്ടായിട്ടുള്ളത്. കുട്ടികളൊന്നുകൂടി ശ്രദ്ധിക്കുക. ഓപ്പണിങ് ബി കമ്പനിക്ക് ഓപ്പണിംഗ് റീറ്റേൺഡ് ഏണിങ്സ് 30,000 ആണ്. ക്ലോസിംഗ് റീറ്റേൺഡ് ഏണിങ്സ് 20,000 ആണ് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ ആഡ് ചെയ്യല്ല ചെയ്തിട്ടുള്ളത്, ലെസ് ചെയ്യാണ്. ലെസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? 10,000 ലോസ് ആയിരിക്കും. അപ്പോൾ അവിടെ ബ്രാക്കറ്റിലിടുക. ബ്രാക്കറ്റ് 10,000. ബ്രാക്കറ്റ് 10,000 എന്ന് പറഞ്ഞാൽ ലോസാണ് അല്ലേ? ലോസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5% ആണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. 10,000-ൻ്റെ 10% എത്രയാണ്? 1000. അപ്പോൾ 5% എത്രയാണ്? 500 അല്ലേ? 500 കുറയ്ക്കുക. 500 കുറച്ചാൽ ബാക്കിയുള്ളതാണ് മെജോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ 10,000-ൽ 500 കുറച്ചാൽ 9,500 ആണ് നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് വരേണ്ടത്. അതും ബ്രാക്കറ്റിലാണ്, കാരണം അവിടെയും മൈനസാണ്, നെഗറ്റീവാണ്, ലോസാണ് കേട്ടോ. ഞാൻ ഒന്നുകൂടി പറയാം. 30,000 ഉള്ള റീറ്റേൺഡ് ഏണിങ്സ് 20,000 ആയി കൊല്ലം അവസാനിക്കുമ്പോൾ. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു ലോസ് സംഭവിച്ചിരിക്കുന്നു. ആ ലോസാണ് നമ്മൾ അടുത്ത കോളത്തിൽ റീറ്റേൺഡ് ഏണിങ്സ് എന്നുള്ള കോളത്തിൽ ബ്രാക്കറ്റിലിട്ടിട്ടുള്ള 10,000 ലോസാണ്. ഇനി 10,000 എന്നുള്ള ലോസിൻ്റെ 5% ആണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അപ്പോൾ 10,000-ൻ്റെ 5% എന്ന് പറഞ്ഞാൽ 500 ആണ്. 500 നമ്മൾ എന്ത് ചെയ്തു? 500 കുറച്ചാൽ ബാക്കിയുള്ള 9,500 ഹോൾഡിംഗ് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട ലോസാണ്. അതവിടെ എഴുതി വയ്ക്കുക, 9,500. തൊട്ട് താഴെ മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ അത് ആരുടെയാണ്? സി കമ്പനിയുടെയാണ്. സി കമ്പനിയുടെ പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ് അവിടെ എഴുതുക. 80% ആണ് സിയുടെ പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്, 80%. ദെൻ അതിൻ്റെ റീറ്റേൺഡ് ഏണിങ്സ് ഓപ്പണിങ് നോക്കുക. റീറ്റേൺഡ് ഏണിങ്സ് ഓപ്പണിങ് 20,000, അതവിടെ എഴുതി വയ്ക്കുക. റീറ്റേൺഡ് ഏണിങ്സ് ക്ലോസിങ് 20,000, അതവിടെ എഴുതി വയ്ക്കുക. അപ്പോൾ സിമ്പിളാണ്. അവിടെ എന്തില്ല? ലാഭമില്ല, നഷ്ടമില്ല, പ്രോഫിറ്റ് ഇല്ല, ലോസും ഇല്ല. അപ്പോൾ റീറ്റേൺഡ് ഏണിങ്സ് എന്നുള്ള കുളത്തിൽ നിൽ. അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക്, നമ്മുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുന്ന കോളത്തിൽ നിൽ തന്നെ, അവിടെ ഒന്നുമില്ല, അവിടെ നിൽ എഴുതി വയ്ക്കുക. അടുത്ത നാലാമത്തെ പോയിൻ്റാണ്. നാലാമത്തെ പോയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ NCA ഇല്ല, 100% അല്ലേ? അപ്പോൾ മുഴുവൻ പ്രോഫിറ്റും നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വരേണ്ടതാണ്. കുട്ടികൾക്ക് മനസ്സിലായാലോ? NCA ഇല്ല, അവിടെ മുഴുവൻ പ്രോഫിറ്റും 100% ഷെയർസും നമ്മുടെ കയ്യിലായതുകൊണ്ട് തന്നെ, നമ്മുടെ എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ പാരൻറ്റ് കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അത് കുട്ടികൾ മനസ്സിലാക്കുക. അപ്പോൾ 100% നമ്മുടെ കയ്യിലായതുകൊണ്ട് ഇനി നമുക്കതിലേക്ക് പോകാം. ഓപ്പണിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓപ്പണിംഗ് റീറ്റേൺഡ് ഏണിങ്സ് 40,000, ക്ലോസിംഗ് റീറ്റേൺഡ് ഏണിങ്സ് 56,000.
തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 16,000. അപ്പോൾ ആ വർഷത്തെ പ്രോഫിറ്റ് ഓപ്പണിങ് 40,000 റീറ്റെയിൻഡ് ഏണിങ്സ്, ക്ലോസിങ് 56,000 ആണ്. അപ്പോൾ ആ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്? 16,000 ആണ് ആ വർഷത്തെ പ്രോഫിറ്റ്. ആ 16,000 മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അത് ഫുള്ളായിട്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? നമ്മുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഫുൾ എമൗണ്ട് ആയിട്ട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക 16,000. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഈ 3 ടേബിൾ വരച്ചിട്ടുണ്ട്. ഈ ടേബിൾ വരച്ചിട്ടുള്ളതിൽ ചില കാൽക്കുലേഷൻസ് കോളംസ് ഇതിൽ വരച്ചിട്ടില്ല. അപ്പം രണ്ടാമത്തെ കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ ഓർ ഗെയിൻ ഓൺ പർച്ചേസ് പ്രൈസ് എന്നുള്ളതിൽ വേണമെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ 1, 2, 3 കഴിഞ്ഞിട്ട് 4ാമത്തെ ഒരു കോളം കൂടി അഡീഷണൽ ഇവിടെ കൊടുത്തിട്ട് ഇതിനെ എത്ര കോളാക്കാം? ഇതിപ്പോൾ 6 കോളാണ്, 7 കോളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റായിട്ട് മാറ്റാം. കാരണം എന്താ വെച്ചാൽ രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് കാണിച്ച് കുറയ്ക്കുന്ന എമൗണ്ടൊക്കെ കാണിച്ച് ഇതിനെ വലുതാക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2 ഐറ്റം കൂടി കൂട്ടി 1 ഐറ്റം കുറച്ചിട്ട് എമൗണ്ട് എഴുതുമ്പോൾ നമ്മൾ നേരത്തെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ പറഞ്ഞത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ 4 കേസ് ഒന്നിച്ച് തന്നിരിക്കുകയാണ്. അതൊന്നാമത്തെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഒരേ സ്വഭാവമുള്ള കാൽക്കുലേഷൻസ് കൂടുതൽ വരുന്ന കാരണം കൊണ്ടാണ് നമ്മളിവിടെ ടേബിൾ വരച്ചിട്ട് ഇത് ചെയ്യാനുള്ള തീരുമാനം എടുത്തത്. നമ്മളെന്ന് പറയുന്നത് ടെക്സ്റ്റ് എഴുതിയിട്ടുള്ള സാറ് അങ്ങനെ. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ടേബിൾ വരയ്ക്കണോ, ഇതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആണോ, ഇതൊരു ഫോർമാറ്റ് ആണോ എന്നൊക്കെ ചോദിച്ചല്ല. ഇത് ടേബിൾ വരച്ച് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. മനസ്സിലായല്ലോ? നമ്മൾ പഠിച്ചത് ചെയ്യേ വേണ്ടൂ. പഠിച്ചത് എന്താണ്? നമ്മുടെ കൺസിഡറേഷൻ പെയ്ഡ് ആദ്യം എഴുതുക, അതിനോടുകൂടി മൈനോറിറ്റി ഇൻട്രസ്റ്റ് കൂട്ടുക, അതിൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മുടെ കൺസിഡറേഷനിൽ ഐഡൻറ്റിഫയബിൾ അസറ്റ് ലെസ് ചെയ്യുക. പോസിറ്റീവ് ഫിഗർ വരികയാണെങ്കിൽ ഗുഡ് വിൽ, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് എന്നുള്ള പേര് കൊടുക്കേ വേണ്ടൂ. അതിനിവിടെ ഒരു കോളം വരയ്ക്കുകയോ അല്ലെങ്കിൽ നമ്പർ എഴുതുകയോ അങ്ങനെ അതൊന്നും അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 4 കേസ് ഒന്നിച്ച് തന്നിരിക്കുന്നു. 2 ഇതിന് എന്ത് തന്നിട്ടില്ല? പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഐഡൻറ്റിഫയബിൾ നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞിട്ടും ഐഡൻറ്റിഫയബിൾ നെറ്റ് അസറ്റ് തന്നിട്ടില്ല. മനസ്സിലായല്ലോ? കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഐഡൻറ്റിഫയബിൾ നെറ്റ് അസറ്റ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് കാണേണ്ടത് NCI എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് പോലും അത് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ മാർഗ്ഗമില്ല, നമുക്ക് അസ്യൂം ചെയ്യാനേ പറ്റുള്ളൂ. എന്താണ്? ഐഡൻറ്റിഫയബിൾ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് എന്തായിട്ട് അസ്യൂം ചെയ്യുന്നത്? ഐഡൻറ്റിഫയബിൾ അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ കാര്യങ്ങളും അതിലേക്ക് വരണം. അത് കൂടാതെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോമും നമുക്കറിയണം. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ അത് എടുക്കാനുള്ള സമയം ഇപ്പോൾ ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്ത് നിർത്തി ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കുട്ടികൾ എന്ത് ചെയ്യണം? ഇന്ന് എടുത്തിട്ടുള്ള ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കണം. നമ്മളിപ്പോൾ ഇന്ന് ഹോംവർക്കൊന്നും തന്നിട്ടില്ല എങ്കിലും കുട്ടികൾ എന്ത് ചെയ്യുക? ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസും കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ നോക്കുക. ഒന്ന് സമയമെടുത്ത് 1-2 ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലെ സോൾവ് ചെയ്ത് നോക്കാതെ, ഇപ്പോൾ നമ്മൾ നോട്ടിലേക്കൊക്കെ ക്വസ്റ്റ്യൻസ് പകർത്താൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് നോട്ട്സ് എഴുതണ്ട, ക്വസ്റ്റ്യൻസ് നോട്ടിൽ വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോട്ട്സ് എഴുതുന്നതും അത് സെൻഡ് ചെയ്യുന്നതും ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് നോട്ട്സ് കുട്ടികൾ ടെക്സ്റ്റിൽ നോക്കി തിയറി പഠിച്ചോളൂ. മറ്റ് പ്രോബ്ലംസ് കൃത്യമായിട്ട് നോട്ടുകളിലേക്ക് പകർത്തി വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പകർത്തുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എഴുതുമ്പോൾ ഹോംവർക്ക് മാത്രമല്ല അല്ലാത്ത ക്വസ്റ്റ്യൻസ് കൂടി ടെക്സ്റ്റ് നോക്കാതെ വർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതൊരു കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സാമിനേഷന് വളരെ നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളതും കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലുള്ളതൊക്കെ കുട്ടികൾ വർക്ക് ചെയ്ത് നോക്കുക. കുറച്ച് സമയമെടുത്ത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ എന്നോട് വാട്സപ്പ് ചെയ്യുകയോ വോയിസ് ക്ലിപ്പ് ഇടുകയോ ചെയ്യുക. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം അത് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാകാത്ത കുറേ ടേംസ്,
ഇപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് തന്നെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആദ്യത്തെ ക്ലാസ്സിൽ. ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഗുഡ് വില്ല്, ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കിട്ടാത്തൊരു രീതിയിലേക്ക് ആദ്യം പോയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ വളരെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവണം. അതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുട്ടികൾ വിളിക്കണം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യണം. താങ്ക് യു.